ഇന്ന് രാത്രി അടുക്കളയിൽ അത്ര വലിയ പണികളൊന്നും ഇല്ലെങ്കിലും മെയിനായിട്ട് ഉഴുന്നാട്ടാനുള്ളൊരു പണിയുണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മുടെ വീട്ടിലെ മെയിൻ ഉഴുന്നാട്ടി എന്ന് പറയുന്നത് ഞാനാണ്. എന്താണെന്നറിയില്ല, ഇപ്പം എൻ്റെ ഉഴുന്ന് ആട്ടുന്നത് പൊന്താറില്ല ഗൈസ്. തണവുള്ളതുകൊണ്ടാണ് പൊന്തുന്നതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ ഉഴുന്ന് മാവ് അങ്ങനെ ആയിരുന്നില്ല, തണവില്ലെങ്കിലും പൊന്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പൊന്തി പുറത്തേക്ക് പോകുന്നില്ല വല്ലാണ്ട്, ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ അതവിടെ ആട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പപ്പക്കായ കണ്ടപ്പോൾ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പണ്ടത്തെ നമ്മുടെ മെയിൻ ഫേഷ്യൽ പപ്പായ ഫേഷ്യലാണല്ലേ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും പപ്പായ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതങ്ങനെ എൻ്റെ അമ്മായിമ്മ കൊണ്ട് ഓടിക്കും. കാരണം ഈ പപ്പക്കായൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു തരി പോലും വേസ്റ്റ് ചെയ്ത് അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിനിമ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മുടെ മോറൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേട്ടന്മാർ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ബീഫും പൊറോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാശിക്ക് കൊടുത്തതിന് ശേഷം കുറേ തുണികളുണ്ട്. ഇത് ഒരൊറ്റ ദിവസത്തെ തുണിയാണ് കേട്ടോ. അറിയാലോ 10 പേരുണ്ട് നമ്മുടെ വീട്ടിൽ. അതിങ്ങനെ മാറ്റി മാറ്റി ഓരോരുത്തർക്കുള്ളത് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഇത്. നമ്മുടെ സോക്സും ഇന്നർവെയർസും ഒക്കെ ഇട്ട് വെക്കേണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു ചെക്കന്മാർക്കും വലിയ ചെക്കന്മാർക്കും ഇവരുടെ ഡിന്നേഴ്സ് എപ്പോഴും കാണാണ്ടോ. അപ്പോൾ ആകുമ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചത് അവിടെ തന്നെ ഇരുന്നോളും. നമ്മൾ മടക്കുന്നതിനനുസരിച്ച് ഇവിടെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ, ഈ പ്രശ്നം പരിഹരിക്കുമല്ലോ. അപ്പോൾ സോക്സും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഏട്ടൻ്റെതായ സാധനങ്ങൾ മൊത്തം ഞാൻ അലമാരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു പ്രശ്നമില്ല. ഇത് രാവിലെ വന്നിട്ട് ഇത് അന്വേഷിച്ച് നടക്കാനായിട്ട് ഒരു അരമണിക്കൂർ വേണം. ചേട്ടൻ്റെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടില്ലേ, അതിൽ നിങ്ങൾക്കൊരു നാണവും കാണാൻ സാധിക്കും. അപ്പോൾ അലമാരിൽ അത് ഞാൻ സെറ്റാക്കി വെച്ചു. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ 3 പേരുടെയും പാറ്റീസ് നോക്കിയിട്ട് നടക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാളൂരിൻ്റെ ഓൾറെഡി ഞാൻ വേറൊരു സംഭവത്തിൽ സെറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കും വേണ്ടിയിട്ട് ഒരെണ്ണത്തിൽ ബ്രായും ഒരെണ്ണത്തിൽ പാൻറ്റീസ് വെക്കാനും അതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. സമാധാനം, വലിയൊരു സമാധാനം. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നല്ല ചൂട് കാപ്പിയും ചൂട് പൊറോട്ടയും ബീഫും ചിക്കനും കൂടിയിട്ടൊരു നല്ലൊരു പിടി പിടിച്ചു. വേഗം കഴിച്ചിട്ട് വേഗം